ഞാൻ സൗമ്യമാനസം തുടങ്ങിക്കഴിഞ്ഞിട്ട് മണിപ്രവാളം എന്നുള്ള രീതി ഞാൻ എടുത്തപ്പം മലയാളത്തിനെ സംബന്ധിച്ച് ഉള്ള വീഡിയോസിനൊന്നും അങ്ങനെ വ്യൂസൊന്നുമില്ല. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മളെ സ്വന്തം ഭാഷയായതുകൊണ്ട് ആവാം ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യമില്ല, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാം എന്നുള്ള രീതിയിൽ. ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊക്കെ പഠിത്തം എങ്ങനെ മുന്നോട്ട് പോകുന്നു, എങ്ങനെ കണക്കാക്കാം എന്നതിനെക്കുറിച്ച് കൂടി സംസാരിക്കാം എന്നെനിക്ക് തോന്നി. അപ്പം എൻ്റെ ഒരു പഠിത്തം എന്ന് പറയുന്നത്, ഞാൻ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. +2 ഹ്യൂമാനിറ്റീസാണ് എടുത്തത്. അപ്പം വർഷങ്ങൾക്ക് മുമ്പുള്ള അന്ന് ക്ലാസ്സും റാങ്കും ഒക്കെ നിലനിന്നിരുന്ന കാലമാണ്. അപ്പോൾ അന്നൊക്കെ 10ാം ക്ലാസ് ജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ആദ്യമൊക്കെ പത്രങ്ങളിലൊക്കെ വന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു കാലഘട്ടമൊക്കെയാണ്. പിന്നെ അതൊക്കെ മാറി അല്ലാതൊക്കെ നേരത്തെ അറിയാം. ആദ്യമൊക്കെ റിസൾട്ട് വരുന്നത്, ഇന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്ത പിറ്റേ ദിവസമൊക്കെ പത്രത്തിൽ വരുന്നത്, ചിലപ്പോൾ നമ്പരൊക്കെ മാറിപ്പോയി, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പിന്നെ അതിനെക്കാട്ടി ഇത്തിരിയും കൂടെ ഫാസ്റ്റായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ച് ഇറങ്ങിയത് 10. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ഒരു ബുദ്ധിയും കഴിവുമൊക്കെ വെച്ചിട്ട് നമ്മൾ തീരുമാനിച്ചു ഹ്യൂമാനിറ്റീസ് എടുത്താൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. അതിൽ എനിക്ക് ഏറ്റവും നന്നായി മാർക്ക് കിട്ടിയത് മലയാളത്തിനാണ്. സ്വാഭാവികമായിട്ടും എല്ലാ മലയാളികൾക്കും മലയാളത്തിനായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ മാർക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് അതിന് കിട്ടി. ബാക്കിയുള്ള വിഷയത്തിനൊക്കെ 60% മുകളിലൊക്കെ മാർക്ക് കിട്ടിയെങ്കിലും എനിക്ക് അതിനോടൊന്നും അത്ര താല്പര്യം തോന്നിയില്ല. എനിക്ക് മലയാളത്തിനോടും പിന്നെ ഈ സാഹിത്യം, മനസ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എനിക്ക് കൂടുതൽ, കാരണം നമ്മൾ ഒരു കവിത കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ അതിനകത്തിൽ എന്താണ് ആ കവി ഇങ്ങനെ ആഴ്ന്നിറങ്ങി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഞാൻ സൂക്ഷ്മമായിട്ട് എൻ്റെ മനസ്സിലൂടെ കാണാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാവാം ഇപ്പോഴും എനിക്ക് ആ ഒരു ഇതും മനസ്സ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയും വന്നതും. ഞാൻ അങ്ങനെയാണ് ആ മറ്റൊരു ചാനൽ തുടങ്ങിയത്, മാനസം എന്നുള്ള ചാനൽ. അപ്പോൾ അങ്ങനെ +2 മാർക്ക് കിട്ടിയതനുസരിച്ച് ഡിഗ്രിക്ക് ചേർന്നു. അപ്പം മലയാളവും ഹിസ്റ്ററി അങ്ങനെ എഴുതി പിടിപ്പിക്കേണ്ട എന്ന് പറയുന്ന ചടങ്ങ് അല്ലേ, നന്നായിട്ട് എഴുതിയെങ്കിൽ മാത്രം മാർക്ക് ലഭിക്കുന്ന കുറേ വിഷയങ്ങളുണ്ട്. എങ്കിൽ 1-2 വരി എഴുതിയാൽ തന്നെ 5-6 മാർക്ക് കിട്ടുന്ന വിഷയങ്ങളുണ്ടല്ലേ. അപ്പം മലയാളം എന്ന് പറയുമ്പോൾ ശരിക്കും എഴുതണം. അപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഉള്ളൊരു വ്യക്തി കൂടിയാണ്. അങ്ങനെ നമുക്ക് ഈ മലയാളത്തിൻ്റെ അത്രയും നാളും പഠിച്ച രീതിയല്ലല്ലോ. അപ്പോൾ അതിനെ കുറേ വിഭജിച്ച് അഡീഷണലായിട്ട് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ മിക്സഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, കോളേജ് ലൈഫ്, ഇതെല്ലാം കൂടെ പഠിത്തത്തിൽ നല്ല ഉഴപ്പാണ്. എങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും ഡിഗ്രി കടന്ന് കിട്ടി. അപ്പോഴൊന്നും നമുക്ക് ഈ പഠിത്തത്തിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാവാം എന്തോ എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്. അപ്പോൾ എനിക്ക് അന്നത്തെ കാലത്ത് എനിക്ക് കേരള കൾച്ചറായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടം. അപ്പം ഞാൻ കുത്തിയിരുന്ന് പഠിക്കും. പക്ഷേ അതിൻ്റെ ഒരു ഫലം എനിക്ക് ഒരിക്കലും ആ കേരള കൾച്ചറിൽ നിന്ന് കിട്ടിയിട്ടില്ല. അത് തന്നെ പറയാം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഒരുപാട് ഉറക്കം വളച്ചിരുന്ന് കാണാതെ പഠിക്കുന്ന പോലെ നന്നായിട്ട് മനസ്സ് അർപ്പിച്ചിരുന്ന് പഠിച്ച ഒരു വിഷയമാണ് കേരള കൾച്ചർ. ആ വിഷയത്തിന് എനിക്ക് വളരെ കുറവ് മാർക്കായിരുന്നു. ഇന്നും എൻ്റെ മനസ്സിലെ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്, ഇത് എന്തുകൊണ്ട് എനിക്ക് അത്രയും മാർക്ക് എനിക്ക് കുറവ് കിട്ടി. ഞാൻ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച വിഷയമായിരുന്നു കേരള കൾച്ചർ. പക്ഷേ അതിനെനിക്ക് കേരള കൾച്ചറിന് ഒരുപാട് മാർക്ക് കുറവായിരുന്നു. അങ്ങനെ അപ്പം പിന്നെ ഇംഗ്ലീഷും രണ്ടാമതൊക്കെ എഴുതിയിട്ടാണ് എനിക്ക് കിട്ടിയത്. കാരണം നമ്മൾ ട്യൂഷനും ഒന്നും ഇല്ല, പിന്നെ കോളേജല്ലേ, അപ്പം നമ്മളുടെ മനസ്സും ഇങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ സമയം. അപ്പം നമുക്ക് പഠിത്തത്തിനെക്കാട്ടിലും ഉപരി ആ ഒരു കോളേജ് ലൈഫിനെ കുറിച്ചുള്ള ചിന്തകളൊക്കെയാണ്. അതുമാത്രമല്ല, നമ്മൾ അതുവരെ പഠിച്ച രീതിയൊന്നുമല്ല. അത് ഒരു വിഷയത്തിൽ ഒരു ഇംഗ്ലീഷാണെങ്കിലും ഒരു പേപ്പറല്ല, ഒന്നിലധികം പേപ്പർ,
ഇതൊക്കെ എങ്ങനെയൊക്കെയാണ്. പിന്നെ പഠിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പഠിക്കാനായിട്ടുള്ള ശ്രമം നടത്തത്തില്ല. പിന്നെ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. തനിയെ എഴുതാം, അങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം, കുറച്ച് മലയാളത്തിൽ കഥ മനസ്സിലാക്കിയിട്ട് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റിയൊക്കെ എഴുതാം എന്നൊക്കെ എഴുതി. എന്നാലും കുറേയധികം മാർക്കൊക്കെ അങ്ങനെയൊക്കെ എഴുതി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജയിക്കത്തില്ല. നമ്മൾ കറക്റ്റായിട്ട് ഇംഗ്ലീഷ് എസ്സേസൊക്കെ കറക്റ്റായിട്ട് പഠിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കൊന്നും വരാത്ത രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ ഇംഗ്ലീഷിന് ജയിക്കുള്ളൂ. കാരണം നമ്മൾ അതുവരെ പഠിച്ചല്ലോ, നമ്മൾ ഡിഗ്രി ലെവലിലെത്തി എന്ന ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. ആ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അതാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മൾ +2 വരെ എന്ന് പറയുമ്പം സ്കൂളാണ്, ഇതെന്ന് പറഞ്ഞാൽ കോളേജാണ്. അപ്പം നമ്മളുടെ ആ നിലവാരവും നമ്മുടെ മനസ്സിൻ്റെ നിലവാരവും ഉയരണം. നമ്മൾ കുട്ടിയല്ല, നമ്മൾ മുതിർന്ന ആളായി. നമ്മുടെ ആ പഠിത്തവും അപ്പോൾ ആ രീതിയിൽ വേണം, എഴുത്തും ആ രീതിയിൽ വേണം. നന്നായിട്ട് പഠിക്കണം, എങ്കിൽ മാത്രമേ ഡിഗ്രി കടന്നു കിട്ടുള്ളൂ. നല്ല മാർക്കോടുകൂടി പാസ്സാകണം. നമ്മൾ അതുവരെ പഠിച്ചതുപോലല്ല, നമ്മൾ ഡിഗ്രിയൊക്കെ നമ്മൾ എന്താണോ പഠിച്ച് നിർത്തുന്നത് അതിന് ഏറ്റവും നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കണം. ഇന്നത്തെ കാലത്ത് ആർക്കും വിദ്യാഭ്യാസം കുറവുള്ളവരാരുമില്ല. അങ്ങനെ എല്ലാവർക്കും അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ളവരാണ്. അപ്പോൾ എല്ലാത്തിനും ഒരു രേഖ പോലെ വെച്ചിരിക്കുകയാണ്. ഇത്ര ശതമാനം മാർക്കുണ്ടെങ്കിൽ മാത്രം അടുത്ത കോഴ്സിന് അപ്ലൈ ചെയ്യാം അല്ലേ. ഇപ്പോൾ എല്ലാത്തിനും എൻട്രൻസാണ്. അപ്പോൾ അങ്ങനെ ഓരോ കടമ്പകൾ ഉള്ളത് കൊണ്ട് തന്നെ നന്നായി പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. മുന്നോട്ട് നന്നായിട്ട് പോകണം, നല്ലൊരു ജോലി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുക, പക്ഷേ പരീക്ഷയുണ്ട് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. പഠിക്കാനുള്ള സമയം കണ്ടെത്തുക, റിവിഷനും മറ്റ് എഴുതി പഠിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ എഴുതി തന്നെ പഠിക്കുക. ഒരു വർഷവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷയ്ക്ക് എന്തെങ്കിലും നമുക്ക് പേപ്പർ നഷ്ടപ്പെട്ടാൽ നമ്മൾ വീണ്ടും പഠിച്ചെഴുതേണ്ടി വരും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു കോഴ്സിന് പോകുന്നതിന് മുമ്പ് ഒരു വർഷം നഷ്ടപ്പെടും. പിന്നെ അത് പഠിച്ച് എഴുതി കിട്ടുന്നിടം വരെ നമ്മൾ മറ്റൊരു കോഴ്സിന് നമുക്ക് പോകാൻ പറ്റില്ല. അതായത് ഡിഗ്രി അടിസ്ഥാനമാക്കിയുള്ള ഒരു കോഴ്സിനും പിന്നീട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം. ചില കുട്ടികളുണ്ട് എല്ലാ ഉഴപ്പിനും കാണും, പക്ഷേ എങ്ങനെയാണെന്നറിയത്തില്ല, പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കാണും, അവർ ഉയർന്നു പോവുകയും ചെയ്യും. അത് അവരുടെ മനസ്സിലുള്ള ആ ഒരു ജീവിതത്തെക്കുറിച്ചും ജോലിയെക്കുറിച്ചുള്ള ചിന്താഗതികൾ കൊണ്ടുണ്ട്. അവരെല്ലാത്തിനും കാണും, പക്ഷേ അവർ ജയിക്കുകയും ചെയ്യും. അത് നമ്മൾ കുറേ ആളുകൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. റിസൾട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും മനസ്സിലാകുന്നത്, ഇവൻ എൻ്റെ കൂടെ അല്ലെങ്കിൽ ഇവൾ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടിയിട്ട് അവൾക്ക് വേണ്ട നല്ല മാർക്കുണ്ട്, അവൾ എല്ലാത്തിനും ജയിച്ചു. ആ സമയത്ത് നമുക്ക് അവരോട് ഒരു ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ തോന്നിയിട്ട് കാര്യമില്ല, അവരാരും പറയുന്നില്ല. അവരുടെ കാര്യം അവരാരോടും പറയാതെ അവർ പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, അല്ലാത്ത സമയത്ത് കളിച്ച് നമുക്കൊപ്പം കൂടുകയാണ് ചെയ്തത്. അതാണ് ഇത്തിരി ബുദ്ധി ഉയർന്ന് ചിന്തിക്കുന്നവരുടെ രീതി. അവരാരോടൊന്നും പറയാറില്ല. ചിലപ്പോൾ പഠിച്ചൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും ചില കുട്ടികൾ. ഞാൻ ഒന്നുമേ പഠിച്ചിട്ടില്ല, എങ്ങനെ ജയിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെ നമ്മളോട് സംസാരിക്കും. പക്ഷേ അവർ ജയിക്കും. അത് ചിലരുടെ ഒരു ട്രിക്കാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെയാണ്. അപ്പം ഡിഗ്രി വരെയും നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ട ഒരു ഏജ് തന്നെയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ പറ്റും. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. ഓക്കെ.